പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, എപ്പിഫനിയുടെ 24-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ യാത്രയുടെ അവസാനത്തെ വളവിലെത്തി നിൽക്കുകയാണ്. ഈ വളവ് കഴിഞ്ഞാൽ നമുക്ക് യേശുവിനെ കാണാം. നാളെ 25 ഇന്ന് രാത്രിയൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്കായിട്ട് നിങ്ങൾ ദേവാലയങ്ങളിലേക്ക് പോവും. ഇന്ന് പാതിരാ കുർബാനകളിൽ പങ്കെടുക്കും. ഇന്നൊത്തിരി സന്തോഷത്തോടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കും. പ്രിയപ്പെട്ടവരെ, നാളെ ക്രിസ്മസിൻ്റെ ദിവസം ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായൊരു ക്രിസ്മസ് നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ ദൈവം എന്നെ അനുവദിച്ചതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കർത്താവ് വളരെ പെട്ടെന്നാണ് ഇങ്ങനൊരു പ്രേരണ തന്നത്. വളരെ ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനൊരു ശുശ്രൂഷ ക്രമീകരിക്കാൻ ദൈവം പെട്ടെന്നൊരു പ്രേരണ തന്നു. അത് ഏറ്റെടുക്കാനൊരു ബലം തന്നു. ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള സമയം തന്നു. അതിനുള്ളൊരു മനസ്സും ഒരു ആരോഗ്യമൊക്കെ തന്നു. എല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു യാത്ര പെട്ടെന്ന് നടത്താൻ കഴിയുമെന്ന് ഓർത്തതല്ല. എങ്കിലും 24 ദിവസം നിങ്ങളോട് കൂടെ ദൈവവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് തുടർച്ചയായിട്ട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് എന്നെപ്പോലെ ഒരാൾക്ക് ഒരുപക്ഷെ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ സാധ്യമായൊരു കാര്യമല്ല. ദൈവം ഒത്തിരി സഹായിച്ചു. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് 24-ാമത്തെ ദിവസം നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 18 വരെ തിരുവചനമാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. നമുക്ക് പെട്ടെന്ന് ഈ വചനങ്ങളിലൂടെ നിന്ന് കടന്നു പോകാം. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മൾ സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിതാവ് നമുക്ക് പിതാവായി മാറുന്നു. നമ്മൾ ആ പിതാവിൻ്റെ മക്കളായി മാറുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായി മാറുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമക്കളുടെ ഭാഗ്യത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ഒരു സുവിശേഷകൻ എന്ന എൻ്റെ ദൗത്യത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവൻ്റെ നാമത്തെ ഏറ്റുപറയുമ്പോൾ നമ്മൾ ദൈവമക്കളായി മാറുകയാണ്. അങ്ങനെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം നമുക്ക് കാണാവുന്ന വിധത്തിലായി. അദൃശ്യനായ ദൈവം ദൃശ്യമായ വിധത്തിൽ നമുക്ക് മുമ്പിലേക്ക് വന്നു. അപ്പോൾ വെളിപ്പെട്ടത് അവൻ്റെ മഹത്വമാണ്. അവൻ്റെ മഹത്വമാണ് നമ്മൾ കണ്ടത്. അതായത് ദൈവമഹത്വം സീനായി മലയിൽ ഇറങ്ങി വന്നു, ജനം ഭയപ്പെട്ടു. ദൈവമഹത്വം സമാഗമ കൂടാരത്തിൽ ഇറങ്ങി വന്നു, ജനം ഭയപ്പെട്ടു. ദൈവമഹത്വം ജനത്തിനിടയിലേക്ക് ചിലപ്പോൾ അഗ്നിയായിട്ട് വന്ന് പടർന്ന് ജനത്തിന് ശിക്ഷാവിധി ഉണ്ടായി. ദൈവമഹത്വം ദേവാലയത്തിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് വന്ന് നിറഞ്ഞു. ഇതൊക്കെ ഈ മഹത്വം ഭയാനകമായ ഒരു അനുഭവമാണ്, കണ്ടു നിൽക്കാൻ പറ്റാത്തൊരനുഭവമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മലയെ സ്പർശിക്കുന്നവൻ പോലും കല്ലെറിയപ്പെടണം എന്ന് പറയുന്ന സാഹചര്യം. അത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധം ഭയാനകമായിരുന്നു ആ കാഴ്ച എന്ന് മോശ പോലും പറയത്തക്ക വിധമുള്ള ഒരു അനുഭവം.
ഈ മഹത്വം നമ്മുടെ ഇടയിൽ ഇറങ്ങി വരികയാണ്. ഈ മഹത്വം നമുക്ക് കാണാവുന്ന വിധത്തിലാവുകയാണ്. ഈ മഹത്വം ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് മലയെ തൊടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൊല്ലപ്പെടും. പക്ഷെ ക്രിസ്തുവിനെ തൊട്ടവർ ആ മഹത്വം നമുക്ക് വിസിബിളായ ഫോമിലേക്ക് വന്നു കഴിയുമ്പോൾ അവനെ തൊട്ടവർ സുഖപ്പെടുകയാണ്. അവൻ്റെ അടുത്ത് വരുന്നവർ മാനസാന്തരപ്പെടുകയാണ്. അവരെല്ലാം രൂപാന്തരപ്പെടുകയാണ്. അവർ തകർന്നു പോകുന്നതിന് പകരം പടുത്തുയർത്തപ്പെടുകയാണ്. അങ്ങനെ നമ്മളെ ബിൽഡ് ചെയ്യുന്ന, നമ്മളെ വളർത്തുന്ന, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ നല്ലവരാക്കുന്ന, നമ്മളെ ക്രിസ്തുവിനെ പോലെയാക്കുന്ന ആ മഹത്വമാണ് ഈ ക്രിസ്മസിൽ നമ്മൾ ദർശിക്കുന്നത്. അത് കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വമാണ്. അവിടെ കൃപയുണ്ട്, സത്യവുമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസ് ആൻഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ദൈവകൃപ എവിടെല്ലാം വെളിപ്പെടുന്നോ അവിടെ ചിലപ്പോൾ സത്യം ഒന്ന് ഹൈഡ് ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് എന്താണ്? നിങ്ങൾക്ക് അറിയാം, ഒരാളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കൃപയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെപ്പോഴും ആ ഒരാളുടെ തിന്മയെ, അല്ലെങ്കിൽ ഒരാൾ മദ്യപിക്കുന്നു, അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഉദാഹരണം. ഒരാൾ മദ്യപിക്കുന്നു. അപ്പോൾ ഭാര്യ കൃപയുള്ള ആളാണെങ്കിൽ ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ കരുണയോടെ കാണാൻ പറ്റും, അയാളുടെ ബലഹീനതയെ കരുണയോടെ കാണാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ ഇയാൾ മദ്യപിക്കുന്നു എന്ന് പറയുന്നത് ഒരു തിന്മയാണ്. ആ തിന്മയെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, ആ സത്യത്തെ നേരിടേണ്ടതുണ്ട്. അപ്പോൾ കൃപയുണ്ടെങ്കിൽ ചിലപ്പോൾ സത്യത്തെ ചിലപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് വിടാൻ സാധ്യതയുണ്ട്. അതല്ല, സ്നേഹത്തിൽ ഇയാളെ ഈ കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, സത്യം അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ കൃപയും സത്യവും ഒരുപോലെ പോകണം. ഇനി സത്യത്തെ ഒരാൾ പറയുകയാണ്, ഈ മദ്യപിക്കുന്ന തെറ്റാണ് എന്ന് പറയുന്ന സത്യത്തെ മാത്രം ഒരാൾ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇയാളെ കരുണയോടെ കാണുന്ന ഒരു കൃപ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, ഇത് രണ്ടും ഒരുമിച്ചാണ് പോകേണ്ടത്. ക്രിസ്തുവിൽ നമ്മൾ കണ്ടത്, ക്രിസ്തു ഒരിക്കലും സത്യത്തിൽ വെള്ളം ചേർത്തിട്ടില്ല, ഒരിക്കലും തൻ്റെ നിലവാരത്തെ താഴ്ത്തി നിങ്ങൾ കുഴപ്പമില്ല ഞാൻ ഇത്രയൊക്കെ വളർന്നാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ക്രിസ്തു എപ്പോഴും തൻ്റെ ആ സത്യം, ആ നിലപാടുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുമ്പോൾ തന്നെ അതിലേക്ക് എത്താൻ പറ്റാത്തവരോട് ഒത്തിരി കൃപയും കാരുണ്യവും കാണിച്ച ഒരാളാണ്. ഇനി പറയുകയാണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ പ്രാപിക്കുകയാണ്. നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, ദൈവകൃപ വരുന്നത് യേശുക്രിസ്തു വഴിയാണ്. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരുവാണ്. അതായത് നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ളത് പഴയ നിയമത്തിൽ നിന്ന് നമുക്കറിയാം. കൽപ്പനകളെല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു ബലം, കൽപ്പനകൾ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ധാരണയല്ല, അതിനുള്ള കഴിവ്. കൊല്ലരുത്, അല്ലെങ്കിൽ മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, മാതാപിതാക്കളെ ധിക്കരിക്കരുത്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ എങ്ങനെയാണ് അങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ശക്തി നമുക്കില്ല. അതാണ് കൃപ, നിയമം പാലിക്കാനുള്ള കൃപ, ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലിയിൽ ജീവിക്കാനുള്ള ഒരു കൃപ. അത് വരുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്? പാപം ചെയ്യുന്നത് കൃപയില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് ചില പാപത്തെ അതിജീവിക്കാൻ കഴിയുന്നത്? കൃപയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കൃപ തീരുമാനം എടുത്തുകൊണ്ടുണ്ടാവില്ല. ഞാൻ ഈ പാപം ചെയ്യത്തില്ല എന്ന് തീരുമാനം എടുത്തത് കൊണ്ട് ഈ കൃപ വർക്ക് ചെയ്യില്ല. കൃപ വരുന്നത് യേശുക്രിസ്തു വഴിയാണ്. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ ഈ അവസാനത്തെ വചനം കുറെ കൂടി നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെ പഴയ നിയമത്തിൽ അറിയാൻ കഴിഞ്ഞതെല്ലാം അപൂർണമായ ചിത്രങ്ങളാണ്. നിങ്ങൾക്ക് പഴയ നിയമം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം, ഞാൻ ബൈബിളിനെ ഇയർ തുടർന്ന് വന്ന സമയത്തെല്ലാം പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അങ്ങോട്ട് അങ്ങനെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്, അതങ്ങോട്ട് ദഹിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിൽ നമ്മൾ എത്ര ഉദാത്തമായ കാര്യങ്ങൾ കണ്ടെത്തിയാലും പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം അപൂർണമാണ്. അത് പൂർണ്ണതയുള്ളൊരു ചിത്രമല്ല. ദൈവത്തെക്കുറിച്ച് പൂർണ്ണതയുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തു വന്ന് ദൈവത്തെ വെളിപ്പെടുത്തുമ്പോഴാണ്. തൻ്റെ ഏകജാതനിലൂടെ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ദൈവം ആരാണെന്നുള്ളതിൻ്റെ പൂർണ്ണ ചിത്രം കിട്ടുന്നത്.
അതുകൊണ്ട് പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് ആരെങ്കിലും നിങ്ങളുടെ ദൈവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള മറുപടി ഇതാണ്: ഞങ്ങളുടെ ദൈവം ക്രിസ്തു അവതരിപ്പിച്ച ദൈവമാണ്. പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അത് എന്ത് സാഹചര്യത്തിലാണ് പറയപ്പെട്ടതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. പഴയ നിയമത്തിലെ ദൈവം വേറൊരു ദൈവവും പുതിയ നിയമത്തിലെ ദൈവം വേറൊരു ദൈവം എന്നല്ല. അന്ന് ആ ദൈവത്തെ അത്രയും മനസ്സിലായുള്ളൂ. ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിച്ച ദൈവത്തെ പഴയ നിയമത്തിൽ അപൂർണമായിട്ടേ ഞങ്ങൾക്ക് മനസ്സിലായുള്ളൂ. എന്നാൽ ക്രിസ്തു വന്നപ്പോഴാണ് ആ ദൈവം സൃഷ്ടി മുതൽ ഏദൻ തോട്ടം മുതൽ മനുഷ്യനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത ഞങ്ങൾക്ക് മനസ്സിലായത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിയുടെ ദൈവത്തെ അറിയണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുക. ക്രിസ്തുവാണ് ദൈവത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത്, പിതാവിനെ വെളിപ്പെടുത്തിയത്. ക്രിസ്തുവും പിതാവും രണ്ടല്ല, ഒന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ധാരണകൾ രൂപപ്പെടുത്തണമെങ്കിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ടത് യേശുക്രിസ്തുവിനെ നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സാവകാശം ചിന്തിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം നമ്മൾ എത്ര തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മടങ്ങി വരാൻ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന പിതാവാണ് നമ്മുടെ ദൈവം. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുന്ന അപ്പനാണ് നമ്മുടെ ദൈവം. നമുക്ക് വീണ്ടും 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 അവസരം തന്ന് നമ്മൾ മടങ്ങിയെത്താൻ കാത്തിരിക്കുന്ന പിതാവാണ് ദൈവം. നമ്മൾ ചെയ്ത തെറ്റിനെല്ലാം പരിഹാരം സ്വയം ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുന്ന പുത്രനാണ് നമ്മുടെ ദൈവം. നമ്മൾ നിൽക്കേണ്ട കോടതി മുറിയിൽ നമുക്ക് പകരം നിൽക്കുകയും നമ്മൾ കൊള്ളേണ്ട അടി നമുക്ക് പകരം കൊള്ളുകയും നമ്മൾ എടുക്കേണ്ട പാപത്തിന്റെ ഭാരം നമുക്ക് പകരം എടുത്ത് തോളിൽ വെക്കുകയും നമ്മൾ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയായ മരണം നമുക്ക് പകരം കുരിശിൽ മരിക്കുകയും ചെയ്ത് നമുക്ക് പകരം ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂത്ത സഹോദരനാണ് നമ്മുടെ ദൈവം. പിതാവിനോട് ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്ന യേശു, ആ വെളിപ്പെടുത്തലിൻ്റെ പേരാണ് എപ്പിഫനി. ഞാൻ ഈ പേര് മനഃപൂർവ്വം വളരെ ആലോചിച്ചിട്ടതാണ്. ക്രിസ്മസിലേക്കുള്ള യാത്രയുടെ ഒടുവിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ എത്തി നിൽക്കേണ്ടത് ആരാണ് ദൈവം എന്ന തിരിച്ചറിവിലേക്കാണ്. നമുക്ക് ആരാണ് ദൈവം? ക്രിസ്തുവാണ് ദൈവം. ക്രിസ്തു അവതരിപ്പിച്ചതാണ് ദൈവം. പിതാവും പുത്രനും ഒന്നാണ്. പഴയ നിയമത്തിലൂടെ അല്പാൽപമായി ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കപ്പെട്ട ആ ദൈവസങ്കല്പം അതിനൊത്തിരി അപൂർണതകളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തതാണ്. എന്നാൽ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് തൻ്റെ പുത്രനിലൂടെ അവസാന കാലത്ത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇനി നിങ്ങൾക്ക് ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ യേശുവിലേക്ക് വരിക, യേശുവിനെ നോക്കുക, യേശുവിനെ ധ്യാനിക്കുക. ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോഴും ഈ കാൽവരിയിലേക്ക് നോക്കുമ്പോഴും നിങ്ങൾക്ക് ദൈവം ആരാണെന്ന് കാണാൻ കഴിയും. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ ചിത്രവും നിങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ഈ ക്രിസ്തു എന്ന മനുഷ്യാവതാരം ചെയ്ത ലോഗോസിനെ, ദൈവവചനത്തെ, ദൈവപുത്രനെ, പിതാവിൻ്റെ ഏകജാതനെ നോക്കിക്കൊണ്ടാണ്. അവനിലൂടെ രക്ഷ അനുഭവിക്കാനും ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാനും ദൈവത്തിൻ്റെ സ്നേഹം അനേകരോട് പങ്കുവെക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. നാളെ വചന ധ്യാനത്തിന് പകരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നാളത്തെ വിശുദ്ധ കുർബാന ഇന്ന് രാത്രിയിലെയും അതുപോലെ നാളത്തെയും വിശുദ്ധ കുർബാന ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇന്നും നാളെയും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിടുക. എല്ലാം വായിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. പലരും ഒരുമിച്ചിരുന്നാലും എല്ലാം ചിലപ്പോൾ വായിച്ചു തരണമെന്നില്ല. അത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഞങ്ങൾ ജീസസ് എൻകൗണ്ടർ എന്ന് പറയുന്ന യൂത്തിൻ്റെ ഒരു മിനിസ്ട്രി ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് സൂമിലാണ്. അതുപോലെ ആ മീറ്റിങ്ങിന് പറയാറുള്ളത് പോലെ ആ സൂമിൻ്റെ കമൻറ്റ് ബോക്സ്, ചാറ്റ് ബോക്സ് യേശുവിൻ്റെ ഹൃദയമാണെന്ന് ഞാൻ പറയാറുണ്ട്. അവിടെ നിങ്ങൾ എന്ത് എഴുതിയിട്ടാലും അത് കർത്താവിൻ്റെ ഹൃദയത്തിലാണ് എഴുതിയിടുന്നത് എന്ന് പറയാറുണ്ട്. അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ
നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആത്മീയ നിയോഗം അതെല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇത് കർത്താവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയമായി മാറും. അവിടെ നിങ്ങൾ എഴുതിയിടുന്നതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും പരിഹാരവും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് കൂടുതൽ ദൈവകൃപകളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വളരെ അനുഗ്രഹീതമായൊരു യാത്ര നടത്താൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. വീണ്ടും നിങ്ങളെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ ആശീർവാദവും പ്രാർത്ഥനയുമായി നാളെ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.